ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേ നമ്മൾ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻ എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ 12th NCERT 12th ചരിത്ര പാഠപുസ്തകം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ബുക്കുണ്ട്. അതിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ വന്ന ആ ഭാഗത്തിലെ എല്ലാ ഭാഗവും നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിലും ബാക്കി ഞാൻ കണ്ടൻ്റായിട്ടും പറയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ ഇന്ത്യ ഹിസ്റ്ററിയുമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3rd 4th മിക്കവാറും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതങ്ങ് പഠിച്ചിട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉപപ്രധാനമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യയുമായുള്ള സംയോജനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രവിശ്യ ഭരണഘടനകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ അംഗമായിരുന്നു. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നുകൊടുക്കുന്നതിന് വേണ്ടി 1946 നിരാഹാര സമരം നടത്തി. ഇതിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോയെന്ന്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 മാത്രമാണ് ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. നമുക്ക് അതങ്ങ് പഠിച്ചു പോയിട്ട് നമുക്ക് തെറ്റിലേക്ക് വരാം കേട്ടോ. ഉപപ്രധാനമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യയുമായുള്ള സംയോജനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നമുക്ക് അറിയുന്നൊരു പോയിന്റാണ് അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രവിശ്യ ഭരണഘടനകൾ തുടങ്ങിയ പ്രധാന കമ്മിറ്റികളിൽ അംഗമായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് നോക്കിയ 4ാമത്തെ പോയിന്റ്. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി 1946 നിരാഹാര സമരം നടത്തിയത് ആരാണ്? പോറ്റി ശ്രീരാമലുവാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഞാൻ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ വ്യക്തികളുമായിട്ട് ചോദിച്ചിരിക്കുന്നതൊക്കെ ഇതേപോലെ ബോക്സിൽ കിടക്കുന്ന ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ ബോക്സിൽ ഈ ഒരു ചാപ്റ്ററിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കി, പോറ്റി ശ്രീരാമലു ഗാന്ധിജിയുടെ അനുയായിയായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചു. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി 1946 നിരാഹാര സമരം നടത്തുകയുണ്ടായി. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1952 ഒക്ടോബർ 19 മരണം വരെ നീണ്ട നിരാഹാരം തുടങ്ങി. 52 ഡിസംബർ 15 അദ്ദേഹം എന്ത് ചെയ്തു? നിരാഹാര സമയത്ത് മരണമടയുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണേ. ഗാന്ധിജിയുടെ അനുയായിയായിട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചു. ചിലപ്പോൾ ഇങ്ങനെ തരാം, പോറ്റി ശ്രീരാമലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിയുടെ കൂടെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുക ആ സമയത്ത് കേട്ടിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇല്ലയെന്ന് കരുതും അല്ലേ. അപ്പോൾ ഇതിപ്പോൾ പഠിച്ചിട്ട് പോവാം. എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ കൂടെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചു. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി 1946 നിരാഹാര സമരം നടത്തുകയുണ്ടായി. അപ്പം നമ്മളെ ആന്ധ്രാപ്രദേശിന് വേണ്ടി അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരാഹാര സമരമായിരുന്നു. അതിന് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. 1952 ഒക്ടോബർ 19 അദ്ദേഹം നിരാഹാര സമരം തുടങ്ങുന്നത്. ഡിസംബർ 15 ആയപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? മരണമടയുകയാണ് ഉണ്ടായത്. നിരാഹാര സമയത്ത് അദ്ദേഹം മരണമടയുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യേക സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ വികസനത്തിലെ അസന്തുലിതാവസ്ഥയുടെയോ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏവ? ഇതിപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? മതം, ഭാഷ ആ ഒരു രീതിയിലായിരുന്നില്ലേ. അതെന്നെല്ലാം വേറിട്ടിട്ട് ഒരു സംസ്ഥാനങ്ങൾ, അതായത് ഈ ഭാഷയുടെ കാര്യത്തിലായിരുന്നു ആദ്യമായിട്ട് എന്ത് ചെയ്തത്? നമ്മുടെ ആന്ധ്ര സംസ്ഥാനമൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മതത്തിൻ്റെ പേരിലേക്ക് മാറി. അങ്ങനെയൊന്നും അല്ല, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3 സംസ്ഥാനങ്ങൾ
എന്താണ് രൂപീകരിച്ചിട്ടുണ്ട്. അത് ആ ഒരു ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു കോട്ട് കൊടുക്കുക തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ അത് തന്നെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശാണ്. നമുക്കറിയാം ആന്ധ്രാപ്രദേശ് എങ്ങനെയാണ് രൂപീകരിച്ചത്? ഭാഷയുടെ അടിസ്ഥാനത്തിലല്ലേ. ഭാഷ എന്താണ്, ഹിന്ദി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഭാഷ വേണമെന്നാണ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് രൂപീകൃതമാകുന്നത് അല്ലേ, 1953. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചലാണ് ഇതിലൊന്നും പെടാതെ ഒരു സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ വികസനത്തിലെ അസന്തുലിതാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ. ഓർത്തിരിക്കട്ടോ. ഭാഷാ തത്വങ്ങൾ സംസ്ഥാന രൂപീകരണത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കും എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനമായി സംഘടിപ്പിച്ച INC സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ് കേട്ടോ. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ആ ഒരു സമ്മേളനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്തായിരുന്നു? ഭാഷാ തത്വങ്ങൾ സംസ്ഥാന രൂപീകരണത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കും എന്നതാണ് ആ ഒരു INC സമ്മേളനത്തിൻ്റെ തത്വമായിട്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ആ പ്രിലിംസിൽ ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂരായി. കണ്ടോ, അങ്ങനെ തന്നെയല്ലേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. പിന്നീട് നമ്മളോട് ചോദിച്ചത് 52 പൊതു തിരഞ്ഞെടുപ്പായിരുന്നു. അതും ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാരഗ്രാഫാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാരഗ്രാഫാണ് ആ ഒരു ചോദ്യം. ആ ഒരു പാരഗ്രാഫിൽ നിന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. രാസാക്കർസ് എന്ന അർദ്ധസൈനിക വിഭാഗം ഏതു നാട്ടുരാജ്യത്തിൻ്റേതായിരുന്നു? ഒരു മിനിറ്റ്, നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഇനിയും ചിലപ്പോൾ അത് 3rd, 4th അല്ലെങ്കിൽ 2nd ഒന്നും ആവർത്തിക്കാൻ പോകുന്നില്ല എന്ന് പറയും. പക്ഷേ ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഫസ്റ്റിലേക്കും അതായത് ഫസ്റ്റ് സ്റ്റേജിലേക്കും സെക്കൻഡ് സ്റ്റേജിലേക്കും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന വ്യക്തി ഒരു 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ബേസ് ആക്കിയിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് ചിലപ്പോൾ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാതിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കുക. അപ്പോൾ രാസാക്കർസ് എന്ന അർദ്ധസൈനിക വിഭാഗം ഏത് നാട്ടുരാജ്യത്തിൻ്റെതായിരുന്നു? ഹൈദരാബാദിൻ്റെ ആയിരുന്നു കേട്ടോ. ഹൈദരാബാദിൻ്റെ അർദ്ധസൈനിക വിഭാഗമായിരുന്നു രാസാക്കർസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈദരാബാദും ജുനഗഡും കാശ്മീരും എന്തായിരുന്നു നാട്ടുരാജ്യ സംയോജനത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അവർക്ക് അതിൽ വിസമ്മതമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് അതിൽ ചേരാൻ സമ്മതമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ആ സമയത്ത് അവിടെ ഹൈദരാബാദിലുണ്ടായിരുന്ന നിസാം ഈ രാസാക്കർസ് എന്ന് പറഞ്ഞിട്ടുള്ള അർദ്ധസൈനിക വിഭാഗത്തെ അങ്ങോട്ട് അഴിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ഫുൾ മറ്റുള്ളവരെ പല വിധത്തിൽ ഉപദ്രവിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ രാസാക്കർസ് എന്ന് പറഞ്ഞ അർദ്ധസൈനിക വിഭാഗം എന്ന് പറയുന്നത് ഭയങ്കര ആ ഒരു ടൈപ്പുള്ള ഒരു അർദ്ധസൈനിക വിഭാഗമാണ് രാസാക്കർസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഏത് നാട്ടുരാജ്യത്തിൻ്റെതായിരുന്നു? ഹൈദരാബാദിൻ്റെ ആയിരുന്നു കേട്ടോ. ഹൈദരാബാദിൻ്റെ. സമഗ്ര മാനവമതം എന്ന ആശയത്തിൻ്റെ പ്രയോക്താവ് ആരായിരുന്നു? സമഗ്ര മാനവമതം എന്ന ആശയത്തിൻ്റെ പ്രയോക്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ ദീൻ ദയാൽ ഉപാധ്യായയാണ് കേട്ടോ. ദീൻ ദയാൽ ഉപാധ്യായയുടെ ഒരു ആശയമാണ് സമഗ്ര മാനവതം എന്ന് പറയുന്നത്. അത് കണ്ടോ, 52-62 കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കണ്ടതിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്നാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, രാജ്കുമാരി അമൃത് കൗർ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും കപൂർത്തല രാജകുടുംബാംഗം. അപ്പോൾ ഗാന്ധിയനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, കപൂർത്തല രാജകുടുംബാംഗമാണ്. അമ്മയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. 1957 വരെ ആരോഗ്യമന്ത്രിയായി തുടർന്നു. അതൊന്നും പഠിച്ചിരിക്കുക.
നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരായിരുന്നു? രാജ്കുമാർ അമൃത് കൗർ ആയിരുന്നു. ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആണ്. 57 വരെയാണ് അവർ ആരോഗ്യമന്ത്രിയായിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരാളാണ് ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറയുന്നത് കേട്ടോ. ആചാര്യ നരേന്ദ്രദേവ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. കർഷക പ്രസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിയാണ്. ബുദ്ധമത പണ്ഡിതനാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും നയിച്ചത് ആരാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആചാര്യ നരേന്ദ്രനാഥ് ദേവാണ് കേട്ടോ. ആചാര്യ നരേന്ദ്രനാഥ് ദേവ്. AK ഗോപാലൻ നമ്മൾ അങ്ങനെ ഒരുപാട് പറയേണ്ട ആളൊന്നുമല്ല, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരാളാണ് അല്ലേ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആര്? കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആര്? AK ഗോപാലൻ. തുടക്കത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. അപ്പോൾ ആദ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 1939 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം CPIM ചേരുകയും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? CPIM ചേർന്നു. പിന്നീട് എന്ത് ചെയ്തു? പാർട്ടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു പാർലമെന്റേറിയനായി ആദരിക്കപ്പെട്ടു. ഒരു പാർലമെന്റേറിയനായിട്ട് ആദരിക്കപ്പെട്ട വ്യക്തി ആരാണ്? AKG. 52 മുതൽ പാർലമെന്റ് അംഗമാണ്. 52 മുതലാണ് അദ്ദേഹം പാർലമെന്റ് അംഗമായിട്ട് ഇരിക്കുന്നത്. ഇതിലിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല അല്ലേ, ഏകദേശം എല്ലാം അറിയണതാണ്. അടുത്തത് നോക്കിയാൽ ദീൻ ദയാൽ ഉപാധ്യായ 1942 മുതൽ മുഴുവൻ സമയ RSS പ്രവർത്തകരായിരുന്നു. 1942 മുതൽ മുഴുവൻ സമയ RSS പ്രവർത്തകരായിരുന്നു. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക അംഗമാണ്. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക അംഗം ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ദീൻ ദയാൽ ഉപാധ്യായ. ഭാരതീയ ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയും പിന്നീട് അതിൻ്റെ പ്രസിഡന്റും സമഗ്ര മാനവ മതം എന്ന ആശയത്തിന്റെ പ്രയോക്താവുമായിരുന്നു ആര് എന്ന് പറയുന്നത്? ദീൻ ദയാൽ ഉപാധ്യായ എന്ന് പറയുന്നത്. C രാജഗോപാലാചാരി കോൺഗ്രസിലെ മുതിർന്ന നേതാവും സാഹിത്യകാരനും മഹാത്മാഗാന്ധിയുടെ സന്തത സഹചാരിയുമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ. പഠിച്ചിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? C രാജഗോപാലാചാരി. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? C രാജഗോപാലാചാരി. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പിന്നീട് മദ്രാസ് സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? മദ്രാസ് സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ആദ്യ ഭാരതരത്ന പുരസ്കാര ജേതാവാണ്. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ. ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല നല്ല പോയിന്റുകളുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറലാണ്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു 48 മുതൽ 50 വരെ. പിന്നീട് മദ്രാസ് സംസ്ഥാന മുഖ്യമന്ത്രിയായി. ആദ്യത്തെ ഭാരതരത്ന പുരസ്കാര ജേതാവാണ്. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകനാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് ഇത്രയും. പഠിച്ചിട്ട് തന്നെ പോണേ. അടുത്തതാണ് ശ്യാമപ്രസാദ് മുഖർജി. ഹിന്ദു മഹാസഭയുടെ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘ സ്ഥാപകൻ ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘ സ്ഥാപകൻ ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി. ഓർത്തിരിക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. പഠിച്ചിട്ട് പോണേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയാണ് ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് 1950 രാജിവെച്ചു. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് അദ്ദേഹം 1950 രാജിവെച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? 1-ാം ലോകസഭയിലെ അംഗമായി. ജമ്മു കാശ്മീരിന് സ്വയംഭരണം നൽകിയ ഇന്ത്യയുടെ നയത്തെ എതിർത്തു. കാശ്മീർ നയത്തിനെതിരെ ജനസംഘത്തിന്റെ പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റ്, തടവിൽ കിടന്ന് മരണം.
അപ്പോൾ ഇത്ര ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ പഠിക്കണേ. അദ്ദേഹം എന്തായിരുന്നു? ഹിന്ദു മഹാസഭയുടെ നേതാവാണ്. ഭാരതീയ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം? ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് 50-ൽ അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമാണ്. പിന്നീട് 1-ാം നിയമസഭയിലെ അംഗമായി. ബാക്കി അവിടെ പോട്ടെ. ജമ്മു കാശ്മീരിന് സ്വയംഭരണം നൽകിയ ഇന്ത്യയുടെ നയത്തെ എതിർത്തു. കാശ്മീർ നയത്തിനെതിരെ ജനസംഘത്തിൻ്റെ പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റ്. അതിനുശേഷം അദ്ദേഹം ആ തടവിൽ കിടന്ന് മരണം വരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ചോദിക്കാൻ നല്ല പോയിന്റുകളൊക്കെ ഉള്ള ഒരു ബോക്സ് ആണല്ലേ ഇത്. പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ അതേ ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇങ്ങനെ എസ്സേ രൂപത്തിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലാകെ കിടക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ അതും എടുത്ത് നമ്മൾ ഇതും കൂടെ അങ്ങ് പഠിച്ചിട്ട് പോവാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആ VFAയുടെ ഒരു ക്ലാസ് ഇട്ടപ്പോൾ ഞാൻ അതിലെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ NCERTയിലെ ഒരു ക്വസ്റ്റ്യൻ അവർക്ക് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഒരു മാറ്റം, ഓപ്ഷനിൽ പോലും ഒരു മാറ്റം വരുത്താതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, A ലിസ്റ്റിൽ നിന്ന് B ലിസ്റ്റ് മാച്ച് ചെയ്ത ഫോളോവിങ് ആണ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരാളുണ്ട്, ശ്യാമപ്രസാദ് മുഖർജി. ഏതാണ്? ഭാരതീയ ജനസംഘ്. ശ്യാമപ്രസാദ് മുഖർജി ഏതാണ്? ഭാരതീയ ജനസംഘ്. അടുത്തതാണ് SA ഡാംഗെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആരെന്ന് പറയുന്നത്? SA ഡാംഗെ എന്ന് പറയുന്നത് കേട്ടോ. SA ഡാംഗെ. അടുത്തത് മീനു വസാനി, സ്വതന്ത്ര പാർട്ടിയുടെ വക്താവാണ് കേട്ടോ. സ്വതന്ത്ര പാർട്ടിയുടെ നേതാവാണ് ആരെന്ന് പറയുന്നത്? മീനു മസാനി എന്ന് പറയുന്നത്. അശോക് മേത്ത പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ്. അശോക് മേത്ത പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അശോക് മേത്ത എന്ന് പറയുന്നത്. ഇത് പഠിച്ചിട്ട് പോകണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങാനും ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം. SA ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘാണ്. മീനു മസാനി സ്വതന്ത്ര പാർട്ടിയാണ്. അശോക് മേത്ത പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ക്ലാസ്സാണ്. എന്തായാലും മിക്കവാറും ഇതൊന്ന് ചോദ്യം വരട്ടെ എന്ന് തന്നെ ആശിക്കുന്നു കേട്ടോ. ഞാൻ അത്രയും തിരഞ്ഞു പഠിച്ചിട്ട് അത്രയും ഞാനും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് കൂടെ ഞാൻ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അഥവാ വരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് എഴുതാം. പിന്നെ നമ്മൾ VFAയുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ VFAക്ക് നോക്കുന്നവരാണെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ ഗുണം ഉണ്ടാവുകയെ. കാരണം ഞാൻ NCERTയും SCERTയും കവർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. PYQ എടുത്തിട്ട് നമ്മുടെ 2025-ലെയും 2026-ലെയും PYQ എടുത്തിട്ട് അത് SCERTയിലും കിടക്കുന്ന ആ ഭാഗങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് അതും കൂടെ പഠിച്ചിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ക്ലാസ്സൊക്കെ ഒരുപാട് വാരി വലിച്ചിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ഒരുപാട് തവണ ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സുകളാണ് ആദ്യം നമ്മൾ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ 10th പ്രിലിംസിൻ്റെ തന്നെ കോമൺ ടോപ്പിക്സ് വന്നിട്ടുള്ളത് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകണേ. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ഇതിൽ വീഡിയോസിലുണ്ടാവും. ഇനി അല്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറിയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവേ. ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.